ഈ NCERT വെച്ചുള്ള BJPയുടെ കളി തുടങ്ങിയിട്ട് കാലം കുറെ ആയല്ലേ. കഴിഞ്ഞ കുറെ കാലമായിട്ട് NCERT പാഠപുസ്തകങ്ങളിൽ നടത്തുന്ന വെട്ടിത്തിരുത്തലുകൾ വെറുമൊരു അക്കാദമിക് പരിഷ്കരണമല്ല, മറിച്ച് ഇന്ത്യയുടെ ആത്മാവിനെ തന്നെ കാവി പുതപ്പിക്കാനുള്ള ബോധപൂർവമായ നീക്കങ്ങളായിരുന്നു. കൊത്തി കൊത്തി മരത്തിൽ കയറി കൊത്തി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ചരിത്രത്തെ വളച്ചൊടിച്ചും ഭഗവത്ഗീതയെ കുത്തിക്കയറ്റിയും അവർ നടത്തിയ RSS വൽക്കരണം മറ്റൊരു തലത്തിലേക്കും കടന്നിരിക്കുന്നു. സുപ്രീം കോടതിയാണിപ്പോൾ NCERTയുടെ ഈ തോന്നിവാസത്തിനെതിരെ വടിയും കമ്പും എടുത്തിരിക്കുന്നത്. NCERT 8ാം ക്ലാസ് പാഠപുസ്തകത്തിൽ ജുഡീഷ്യറിയിലെ അഴിമതി എന്ന ഭാഗം ഉൾപ്പെടുത്തിയ നടപടിയിൽ കടുത്ത അതൃപ്തിയാണ് ഇപ്പോൾ സുപ്രീം കോടതി അറിയിച്ചിരിക്കുന്നത്. ജുഡീഷ്യറിയെ അപകീർത്തിപ്പെടുത്താൻ ആരെയും അനുവദിക്കില്ല എന്ന് പറഞ്ഞ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് വിഷയത്തിൽ സ്വമേധ്യാ കേസെടുത്തും കഴിഞ്ഞു. വിവാദ പാഠഭാഗം ഉൾപ്പെടുത്തിയത് കരുതിക്കൂട്ടിയുള്ള നീക്കമാണെന്നും ഇതെങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് തനിക്കറിയാമെന്നും ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കുകയായിരുന്നു. 8ാം ക്ലാസ് സാമൂഹ്യശാസ്ത്ര പാഠപുസ്തകത്തിലാണ് സമൂഹത്തിൽ ജുഡീഷ്യറിയുടെ പ്രാധാന്യം എന്ന ഭാഗത്ത് ജുഡീഷ്യറിയിലെ അഴിമതിയെക്കുറിച്ചും കോടതികളിൽ കെട്ടിക്കിടക്കുന്ന കേസുകളുടെ എണ്ണവും വിവരിച്ചത്. മുതിർന്ന അഭിഭാഷകരായ കപിൽ സിബലും മനു അഭിഷേക് സിംഗ്വിയുമാണ് ചീഫ് ജസ്റ്റിസിന് മുന്നിൽ പരാമർശം എത്തിച്ചത്. വിഷയത്തിൽ കോടതി NCERTയുടെ വിശദീകരണം തേടിയേക്കും. ഇതിനു മുൻപും NCERT വെച്ചുള്ള കളികൾ പലതും നമ്മൾ കണ്ട് ശീലിച്ചതാണ്. കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് NCERT പാഠപുസ്തകങ്ങളിൽ നിന്നും നീക്കം ചെയ്ത ഭാഗങ്ങൾ പരിശോധിച്ചാൽ വ്യക്തമായൊരു RSS അജണ്ട നമുക്കതിൽ കാണാൻ കഴിയും. ഇന്ത്യയുടെ സുപ്രധാന ചരിത്രമായ മുഗൾ സാമ്രാജ്യത്തെക്കുറിച്ചുള്ള ഭാഗങ്ങൾ പാടെ ഒഴിവാക്കി ഒരു കാലഘട്ടത്തെ തന്നെ ഇല്ലാതാക്കാൻ അവർ ശ്രമിച്ചു. ഗാന്ധിജിയുടെ വധത്തിന് പിന്നിലെ രാഷ്ട്രീയ പശ്ചാത്തലവും ഗോഡ്സെയുടെ തീവ്രവാദ നിലപാടുകളും 2002 ഗുജറാത്ത് കലാപത്തെക്കുറിച്ചുള്ള വരികളും വെട്ടിമാറ്റപ്പെട്ടു. സത്യങ്ങൾ വരും തലമുറയ്ക്ക് അറിയരുത് എന്ന നിർബന്ധിത ബുദ്ധിയായിരുന്നു അവിടെ അവർ തെളിയിച്ചത്. ശാസ്ത്രത്തെക്കാൾ പുരാണങ്ങൾക്കും ചരിത്രത്തെക്കാൾ കെട്ടുകഥകൾക്കും പ്രാധാന്യം നൽകുന്ന ഒരു വിദ്യാഭ്യാസ രീതിയാണ് കേന്ദ്ര സർക്കാർ അടിച്ചേൽപ്പിച്ചുകൊണ്ടിരുന്നത്. ഭഗവത്ഗീത പോലുള്ള ഗ്രന്ഥങ്ങളെ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമാക്കുന്നതിൽ തെറ്റ് ഇല്ല എങ്കിലും അത് ഒരു പ്രത്യയശാസ്ത്രം കുട്ടികളിലേക്ക് കുത്തിവെക്കാൻ വേണ്ടിയാകുന്നത് ജനാധിപത്യ വിരുദ്ധം തന്നെയാണ്. യഥാർത്ഥ ചരിത്രം പഠിച്ചാൽ വിദ്യാർത്ഥികൾ ചോദ്യം ചോദിക്കാൻ തുടങ്ങും. ചോദ്യം ചോദിക്കുന്ന തലമുറയെ ഏകാധിപതികൾക്ക് എപ്പോഴും ഭയമാണ്. അതുകൊണ്ടാണ് അവർ ചരിത്രത്തെയും ഭരണഘടനയെയും ജുഡീഷ്യറിയെയും പാഠപുസ്തകങ്ങളിൽ നിന്നും പടിയിറക്കുന്നത്. വിദ്യാഭ്യാസം എന്നത് സത്യം വിളിച്ചു പറയാനുള്ളതാകണം, അല്ലാതെ ഭരണകൂടത്തിന്റെ കുഴലൂത്തുകാരെ സൃഷ്ടിക്കാൻ ഉള്ളതാകരുത്. NCERT പാഠപുസ്തകങ്ങളിലൂടെ നടത്തുന്ന ഈ ചൂഷണം വരും തലമുറയോട് ചെയ്യുന്ന വലിയ ദ്രോഹം തന്നെയാണ്. സത്യം മൂടിവെക്കാൻ എത്ര ശ്രമിച്ചാലും ചരിത്രം അതിനെ തിരിച്ചു പിടിക്കുക തന്നെ ചെയ്യും.